സിന്ദൂരരേഖ ഭാഗം 99. മനുവേട്ടാ, മതി. അങ്ങനെയൊന്നുമില്ല. ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണ്, അതിനുള്ളതായത്. എങ്കിലും ഞാൻ മാത്രം അവനൊന്ന് വിതുമ്പിപ്പോയി. ഞാൻ മാത്രം അറിഞ്ഞില്ല. 2 മാസമായല്ലേ, ഞാൻ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? എന്നിട്ടും കുഞ്ഞു കുട്ടികൾ പറയും കണക്ക് അവൻ വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. മനുവേട്ടാ, മതി. അവൻ്റെ കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ മുഖം ഒന്നാകെ അവൻ്റെ ഷർട്ടിൻ്റെ കയ്യിൽ അമർത്തി തുടച്ചു. എനിക്കെന്തോ സഹിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടതും അമ്മാളും അവനെ അലിവോട് നോക്കി. അവനിതറിയുമ്പോൾ ഇത്രയും ഇമോഷണൽ ആവുമെന്ന് അമ്മാള് പോലും കരുതിയിരുന്നില്ല. ഞാനൊന്ന് നോക്കിക്കോട്ടെ. നിഷ്കളങ്കായ അവൻ്റെ ചോദ്യത്തിന് അവളുടെ നെഞ്ചൊന്ന് വിങ്ങി. എങ്കിലും അവൾ കരച്ചിലൊതുക്കി തലയാട്ടി. മനുവും അമ്മാളുവും കട്ടിലിൽ കിടക്കുവാണ്. അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നവളെ അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എങ്കിലും അവൻ്റെ ഒരു കൈ അപ്പോഴും അവളുടെ വയറിലായിരുന്നു. ഒരു സൂചന പോലും തന്നില്ല എനിക്ക്. അവളുടെ വയറിലൊന്ന് തലോടിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു. അതെ, ഒരു സൂചന പോലും പറഞ്ഞില്ല. ഇത് ഫോണിലൂടെയും മറ്റുമൊക്കെ പറയാതെ നേരിട്ട് പറഞ്ഞ് ഈ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ? അവൾ ചോദിച്ചതും അതിന് മനു ഒന്നും മിണ്ടിയില്ല. അന്ന് ഞാനങ്ങനെ പറഞ്ഞു പോയെങ്കിലും അതിന് ഞാൻ മനസ്സുകൊണ്ടും അല്ലാതെയൊക്കെ 1000 തവണ നിങ്ങളോട് മാപ്പ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ആ ഒരു കാര്യത്തിൽ പേരിൽ വഴക്കായി തന്നെ US പോയപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് വരുന്ന പീരീഡ്സ് തെറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു. 1 മാസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ തോന്നിയതെന്ന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനെയൊരു കാര്യം ഞാനിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു ജീവൻ എൻ്റെ ഉള്ളിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സന്തോഷിക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈയൊരു കാര്യം എന്നെ കഴിഞ്ഞാൽ ആദ്യം അറിയേണ്ടത് നിങ്ങളല്ലേ. മനുവേട്ടനോട് ഈ കാര്യം നേരിട്ട് തന്നെ പറയണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. പക്ഷേ എന്നോടൊന്നും മിണ്ടാതെ ഒന്ന് കാണാതെ 2 മാസം കഴിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇല്ലാതായി പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും ഞാൻ മറന്നു പോയിട്ടുണ്ട്. അന്നേരമൊക്കെ അമ്മയും ഉണ്ണിയേട്ടനും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സർവൈവ് ചെയ്ത് പോയതെന്ന് പറയാം. ആദ്യം ഞാൻ കരുതിയത് ഈ കാര്യം ആരോടും പറയണ്ട, മനുവേട്ടൻ വന്നു കഴിഞ്ഞിട്ട് മനുവേട്ടനോട് ആദ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും പറയാം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അമ്മയോടെങ്കിലും തുറന്നു പറയണമെന്ന്. അങ്ങനെ അമ്മയോട് പറഞ്ഞു, ഒപ്പം ഉണ്ണിയേട്ടനോടും. പക്ഷേ അവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മനുവേട്ടനോട് ഇക്കാര്യം ഇപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞത് അമ്മയും ഉണ്ണിയേട്ടനും തന്നെയാണ്. നേരിട്ട് പറയാമെന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. അത്ര നാൾ വരെ അമ്മയും ഉണ്ണിയേട്ടനും കരുതിയിരുന്നത് മനുവേട്ടൻ എന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടെന്നും എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ്. ഈ കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞതിൽ പിന്നെയാണ് ഞാൻ അവരോട് മനുവേട്ടൻ എന്നെ വിളിക്കാറില്ല സംസാരിക്കാറില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അമ്മയ്ക്കും ഉണ്ണിക്കും ഒക്കെ അറിയാമല്ലേ? ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യം. അറിയാം. അവരും എന്നോട് പറഞ്ഞില്ല. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിലെ വേദന അമ്മാളും എളുപ്പം മനസ്സിലാക്കി. ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം കൂടി ഒന്ന് ഓർക്കണം മനുവേട്ട. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ശിക്ഷയാണിതെന്ന് കൂട്ടിയാൽ മതി. അമ്മാളവും ഗൗരവവും ഒട്ടും കുറയ്ക്കാത്ത രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. പഴയ കുസൃതിയോ കളിയോ ചിരിയോ 2 പേരുടെ ഇടയിലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എനിക്കിങ്ങനെ അധികം നേരം കിടക്കാൻ പറ്റില്ല മനുവേട്ട. ബാക്ക് പെയിൻ വരും. ഞാൻ എഴുന്നേക്കട്ടെ? അത് പറഞ്ഞ് അവൻ്റെ അരികിലേക്ക് ചേർന്ന് ചരിഞ്ഞു കിടക്കുകയായിരുന്ന അവൾ പതിയെ ചരിഞ്ഞു തന്നെ എഴുന്നേറ്റ് വയറിനൊരു സപ്പോർട്ട് കൊടുത്ത് എഴുന്നേറ്റിരുന്നു. അവൾ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ശ്രദ്ധ പോയത് അവളുടെ വയറിലേക്കായിരുന്നു. ഡ്രസ്സിന് മുകളിലൂടെ കാണുമ്പോൾ വയററിയുന്നില്ല. എങ്കിലും ഡ്രസ്സ് മാറ്റിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ചെറുതായി ഉന്തി നിൽക്കുന്ന വയറ് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിലാണല്ലേ നീ കാണിക്കുന്നത്? അവൾ എഴുന്നേറ്റ് കഴിഞ്ഞതും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുന്നത് കേട്ടതും അവളും അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. അതെ, മനുവേട്ടൻ എങ്ങനെ അതറിയാം? അവൾ സംശയത്തോടെ തന്നെ അവനോട് തിരികെ ചോദിച്ചു. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ സോഫ്റ്റ്വെയർ എറർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റം ചെക്ക് ചെയ്തപ്പോൾ നിൻ്റെ കൺസൾട്ടൻസി ബുക്കിംഗ് അവിടെ ഉണ്ടായിരുന്നു. മൾട്ടിപ്പിൾ കൺസൾട്ടൻസി എന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ എടുത്തു നോക്കി. ആരെയാണ് കൺസൾട്ട് ചെയ്യുന്നതെന്ന് നോക്കാൻ പറ്റുന്നതിന് മുൻപേ തന്നെ എറർ കാരണം ക്ലോസ് ആയി പോയിരുന്നു. അന്നേരം തന്നെ നീ എന്തിനാ ഇത്രയും തവണ ഇവിടെ കൺസൾട്ട് ചെയ്തത് എന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തോന്നി നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന്. ഞാനപ്പോഴും അത് ഇങ്ങനെയൊരു കാര്യമായിരിക്കുമെന്ന് കരുതിയില്ല. അതെന്താ, ഇങ്ങനെയൊരു കാര്യം ചെയ്ത കാര്യം എൻ്റെ മോൻ മറന്നോ? അവൻ വളരെ ഗൗരവത്തിൽ പറയുന്നത് കേട്ടതും തിരികെ ഗൗരവത്തിലാണെങ്കിലും കുസൃതി കലർത്തിക്കൊണ്ടാണ് അമ്മാളും അവനോട് തിരികെ ചോദിച്ചത്.
അവളുടെ ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് മുഖത്തൊരു ചമ്മല് നിറയുന്നത് പോലെ. പക്ഷേ അവൻ മറുപടിയൊന്നും പറയാതെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ശേഷം മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയൊക്കെ എടുത്ത് ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം എഴുന്നേറ്റ് അവൾക്ക് നേരെ നിന്നു. അങ്ങനെ അവൻ വന്ന് മുന്നിൽ നിന്നതും അമ്മാളു ചെറിയ രീതിയിലൊന്ന് പതറി. എത്രയൊക്കെ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ ഇങ്ങനെ അടുത്തേക്ക് ചേർന്നൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലൊരു ആളലുണ്ടാവാറുണ്ട്. അതിപ്പോൾ തൊട്ട് തുടങ്ങിയതല്ല. അവൻ എന്നൊക്കെ ഇങ്ങനെ അടുത്ത് കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നിൽ ഇങ്ങനെ ഒരു ആളലുണ്ടാവാറുണ്ട്. അതെന്താണെന്നറിയില്ല. ആദ്യമായി കാണുന്നതെന്നതുപോലെ പിടയ്ക്കുന്ന മിഴികളോടെ തന്നെയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. ഞാൻ പറഞ്ഞതും ചെയ്തതും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മറുക് പോലും ഞാൻ മറന്നിട്ടില്ല. അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ ചെവിക്കരികിൽ അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം. അതിൽ അവൾ ആകെ ഒന്ന് കോരിത്തെരിച്ചു പോയി. പിന്നെ ഇത് ആക്സിഡൻ്റൽ പ്രഗ്നൻസി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചെയ്തതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അന്നേരത്തെ ആ ഒരു ഇതിൽ കൺട്രോൾ വേണമല്ലോ. മനുവേട്ട മതി. അവൻ്റെ നാവിൽ നിന്ന് വരുന്നത് കേട്ടതും അവൾക്ക് തന്നെ സ്വയം നാണമോ ചമ്മലോ അങ്ങനെ എന്തൊക്കെയോ തോന്നി. അവനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, മതിയെങ്കിലും മതി. അത് പറയുമ്പോൾ അവനിൽ കുസൃതി. മാറി നിൽക്കങ്ങോട്ട്, ഇങ്ങോട്ട് കൂടുതൽ ഒട്ടാൻ നിൽക്കണ്ട. അവൾ അവനെ തന്നിൽ നിന്ന് തള്ളി നീക്കി. ഓ അങ്ങനെയാണോ? ആ ഇനി മുതൽ എന്തായാലും അങ്ങനെയൊക്കെയാണ്. എനിക്ക് വീട്ടിൽ പോകണം, ലേറ്റായി. മെഡിസിൻ ആൻഡ് ഡയറ്റൊക്കെ ഉള്ളതാണ്. ഗൗരവത്തിൽ പറയുന്ന അമ്മാളുവിനെ അവനൊന്ന് നോക്കി. അവളിൽ വല്ലാത്തൊരു മാറ്റം വന്നിരിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. ഇന്നുവരെ ഉള്ളതിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഗൗരവവും പെരുമാറ്റത്തിൽ ആകെ ഒരു പക്വതയും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. താൻ പോയി വന്നതിന് ശേഷം അവളുടെ രീതികളൊക്കെ ഒരു വ്യത്യാസമുണ്ട് എന്ന് താൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഇങ്ങനെയൊരു കാര്യം ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇതിപ്പോൾ അവൾ വല്ലാതെ മാറിപ്പോയതുപോലെ. മുന്നേ തന്നോട് കുറുമ്പ് കാണിച്ചും വഴക്ക് കാണിച്ചും നടന്നിരുന്ന പെണ്ണല്ല ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നു. ഒരു നിമിഷം അവൻ അതൊക്കെ ചിന്തിച്ചു പോയി. ഒരുമിച്ച് പോവാം. അവൾ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടതും രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാമെന്ന് കരുതി മനു ചോദിച്ചു, അതിന് നിങ്ങൾ ബൈക്കിലല്ലേ വന്നിരിക്കുന്നത്? എനിക്ക് ഈ ടൈമിൽ ബൈക്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ കാറിൽ പൊക്കോളാം. കാറിൽ ഒരുമിച്ച് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ ഗൗരവത്തിൽ പറയുന്നത് കേട്ടതും മനുവും തിരികെ അവളോട് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അതിന് അമ്മാളൊന്നും മിണ്ടിയില്ല. ബാഗ് എടുത്ത് പോകാൻ ഇറങ്ങി. കൂടെ അവനും. കാറിൽ തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മാളും മൗനം തന്നെയായിരുന്നു. അവളുടെ അങ്ങനെയുള്ളൊരു ഭാവം അവന് തികച്ചും പുതിയത് തന്നെയായിരുന്നു. കളിയില്ല, ചിരിയില്ല, സംസാരമില്ല. സ്വഭാവത്തിലെ പോലും വല്ലാത്ത രീതിയിലുള്ളൊരു മെച്യൂരിറ്റി ഉള്ളതുപോലെ തോന്നി. അവളുടെ ആ മുഖഭാവം കണ്ടതും മനുവും പിന്നെ കൂടുതലൊന്നും പറഞ്ഞ് അവളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല എന്നതാണ് സത്യം. അവൻ അവളോട് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടായിരുന്നു. അവളോട് മതിവരാത്ത പോലെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഈ ഭാവമൊക്കെ കാണുമ്പോൾ അവനും അവളോടൊന്നും ചോദിക്കാനും പറയാനും തോന്നുന്നില്ലായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ തന്നെ കാർ വീട്ടിലേക്ക് എത്തിയിരുന്നു. നോക്കുമ്പോൾ ഉമ്മറത്ത് തന്നെ അമ്മ വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. തന്നെ കുറച്ചു നേരം കാണാതെ ആയപ്പോൾ തന്നെ അമ്മ ആകുലതയോടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് താൻ മനുവേട്ടൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞ് അവളും അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ട് അവർ വരുന്നതും കാത്ത് ഇരിക്കുവാണ് അമ്മ. കാറിന്ന് അമ്മാളുമാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത്. അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മയുടെ മുഖം ഗൗരവത്തിലാണ് എന്നവൾക്ക് മനസ്സിലായിരുന്നു. അമ്മാളും എവിടെയായിരുന്നു ഇത്ര നേരം? അവളെ കണ്ടപ്പോൾ തന്നെ ഗൗരവത്തോടെയുള്ള അമ്മയുടെ ചോദ്യം എത്തി. അമ്മ അവളോട് അങ്ങനെ ചോദിച്ചതും അതേ സമയത്ത് തന്നെയാണ് മനു കാറിൽ നിന്നിറങ്ങിയത്. അമ്മയുടെ ചോദ്യം കേട്ടതും അവനും തികച്ചും ഗൗരവത്തോടെ തന്നെയാണ് അവളെയും അമ്മയെയും മാറി മാറി നോക്കിയത്. ഞാൻ ദേവനിലയത്തിൽ 4 മണിക്കുള്ള ഫുഡ് കഴിച്ചോ നീ? അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് വളരെ ഗൗരവത്തോടെ തന്നെയുള്ള അമ്മയുടെ അടുത്ത ചോദ്യം. അതമ്മ, നോ മോർ എക്സ്ക്യൂസസ്, പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഗൗരവത്തോടെ മനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് കയറി പോയിരുന്നു. മനു അപ്പോഴും അമ്മയെ തന്നെ നോക്കി അവിടെ ഗൗരവത്തോടെ നിൽക്കുകയായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.